ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് നവംബർ 17-ന് എൻ്റെ ചേച്ചിയുടെ മാരേജാണ്. അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. നമുക്ക് റിലേറ്റീവ്സിനൊക്കെ ഉള്ള ഡ്രസ്സ് നമ്മൾ ഓൾറെഡി എടുത്തായിരുന്നു. അത് നമ്മൾ ഷീമാട്ടി പോയിട്ടാണ് എടുത്തത്. അപ്പോൾ അന്ന് എനിക്ക് വ്ലോഗ് എടുക്കാൻ പറ്റിയില്ല, അന്ന് അവർ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഇനി സക്സസ്ഫുൾ ആവോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. മേ ബി എടുക്കാൻ പറ്റുമായിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ജയലക്ഷ്മിയിലാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്കറിയില്ല. എനിക്കും ചേച്ചിക്കും അമ്മയ്ക്ക് അങ്ങനെയുള്ള ഡ്രസ്സുകളാണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ മേ ബി എടുക്കാൻ പറ്റും. ചിലപ്പോൾ അവരുടെ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണെങ്കിൽ അവർ ചിലപ്പോൾ എടുക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വ്ളോഗ് വിളിച്ച് ഡ്രോപ്പ് ചെയ്യും. അത് സക്സസ് ആയാൽ മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യും. നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, ബൈ. വ്ളോഗിൽ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റും കൂടെ ഉണ്ട്. ഞങ്ങളുടെ അയാൻ ബീബി, ഞങ്ങളുടെ കാശിക്കുട്ടൻ. ഹായ് പറ. ഹായ്. കല്യാണത്തിന് ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഒരുപാട് ഷോപ്പുകൾ പറഞ്ഞായിരുന്നു. പക്ഷെ അതൊന്നും നോക്കാതെ നമ്മൾ ജയലക്ഷ്മി പോയൊരു റീസൺ ഉണ്ട്. 30 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1994 ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണത്തിന് ഡ്രസ്സ് എടുത്തതും ജയലക്ഷ്മിയിൽ നിന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ കല്യാണത്തിനും ജയലക്ഷ്മിയിൽ നിന്ന് ഡ്രസ്സ് എടുക്കണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. ഞാനത് വീട്ടിൽ പറഞ്ഞപ്പോൾ എല്ലാവരും ഓക്കെ ആയിരുന്നു. അതിന് മറ്റൊരു റീസൺ ഉണ്ട്. നമ്മൾ എൻഗേജ്മെൻറ്റിന് ഡ്രസ്സ് എടുത്തതും ജയലക്ഷ്മിയിൽ നിന്ന് തന്നെയായിരുന്നു. ആ ടൈമിലുള്ള കസ്റ്റമർ സർവീസ് അടിപൊളിയായിരുന്നു. നമ്മൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു അവരുടെ കസ്റ്റമർ സർവീസിൽ. ചില ഷോപ്പുകളിൽ പോയിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം അവർക്ക് ഡ്രസ്സ് എടുത്ത് തരാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മടുപ്പ് തോന്നും, നമ്മൾ ഇറങ്ങിപ്പോരും. പക്ഷെ ജയലക്ഷ്മിയിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. അവിടുത്തെ സ്റ്റാഫുകൾ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ അവർക്ക് എത്ര ഡ്രസ്സ് വേണമെങ്കിലും എടുത്ത് തരുന്നതിനും പ്രശ്നമില്ല. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള, നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സുകൾ അവർ നമുക്ക് ചൂസ് ചെയ്ത് തരും. പിന്നെ കുറേ നേരം ആ ചേച്ചിമാർ നമ്മുടെ അടുത്ത് സംസാരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. നമ്മളെ കംഫർട്ടബിൾ ആക്കിയ രീതിയിലായിരുന്നു അവരുടെ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എൻഗേജ്മെന്റിന് ശേഷവും കല്യാണത്തിന് ഡ്രസ്സ് എന്തായാലും ജയലക്ഷ്മി തന്നെ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്താണ് അഭിപ്രായം പറയുന്നത്? പ്രത്യേകിച്ച് അഭിപ്രായമില്ല. ഞാൻ ഉദ്ദേശിച്ച കളറ് കിട്ടിയിട്ടുണ്ട്, എന്നാലും നോക്കണം. നെക്സ്റ്റ് എൻ്റെ ഡ്രസ്സ് എടുക്കാനായിട്ട് നമ്മൾ പോകുന്നുണ്ട്. പിന്നെ ഇവർക്ക് താലികെട്ടിൻ്റെ സമയത്ത് ഇടാനായിട്ടുള്ള ധാവണി ആയിരിക്കും മേ ബി എടുക്കുക, അല്ലെങ്കിൽ സെറ്റ് മുണ്ടായിരിക്കും എടുക്കുക. അത് നമ്മളത് നോക്കും. ഞാൻ ഓഡിബിൾ ആണോ എന്ന് എനിക്കറിയില്ല, എന്നാലും ജസ്റ്റ് ഞാൻ എന്തൊക്കെയോ വളവളാന്ന് പറയുന്നുണ്ട്. ടെക്സ്റ്റൈൽസിൽ വരുന്നതിൻ്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ്. ഫ്രീ ആയിട്ട് പാക്ക് ചെയ്യും, ഫ്രീ ആയിട്ടൊരു കുട്ടീനെ കിട്ടും. ഫ്രീ ആയിട്ടൊരു കുട്ടീനെ കിട്ടും. വെള്ളം വേണോ? എന്താണ് പറയാനുള്ളത് എൻ്റെ യൂട്യൂബ് ചാനലിൽ? എന്തെങ്കിലും പറ. ഇഷ്ടപ്പെട്ട സാരി? എനിക്ക് സാരി ഇഷ്ടപ്പെട്ടു. യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിയിട്ടുള്ള നല്ല സാരിയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ
കുറച്ച് പേരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ചേച്ചിയുടെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് അനിയത്തിയുടെ ഡ്രസ്സ് എടുക്കൽ മാത്രമാണല്ലോ കാണിക്കുന്നതെന്ന്. ആക്ച്വലി ചേച്ചിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു, എന്ത് ഡ്രസ്സ് എടുക്കണം, എങ്ങനത്തെ ഡ്രസ്സ് എടുക്കണം, എന്ത് കളർ എടുക്കണം എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ഡ്രസ്സ് എടുക്കൽ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തീർന്നു. പക്ഷേ എൻ്റെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. കാരണം എനിക്ക് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല എന്ത് ഡ്രസ്സ് എടുക്കണം. അവിടെ കണ്ട് കിട്ടിയ സാധനങ്ങളൊക്കെയാണ് ഞാൻ എടുത്തത്. പിന്നെ അതുമല്ല, ചേച്ചി ബ്രൈഡാണല്ലോ, അപ്പോൾ ചേച്ചിയുടെ ഡ്രസ്സ് നമുക്ക് കുറച്ച് സസ്പെൻസ് ആയിട്ട് വെച്ചിട്ട് കല്യാണത്തിൻ്റെ വീഡിയോസിലും ഫോട്ടോസിലും മാത്രം കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വ്ളോഗിൽ അവളുടെ ഡ്രസ്സ് എടുത്തതിൻ്റെ വിഷ്വൽസ് കാണിക്കാത്തത്. സോ അപ്പോൾ അതായിരുന്നു ഇന്നത്തെ നമ്മളുടെ വെഡ്ഡിങ് ഷോപ്പിംഗ് വ്ളോഗ്. ഞങ്ങളുടെ ഒരു ഡേ എന്ന് വേണമെങ്കിൽ പറയാം, കാരണം ഇത് ഫുൾ ഡേ അവിടെ തന്നെയായിരുന്നു. അതിൻ്റേതായ നല്ല ക്ഷീണമുണ്ട്. എനിക്ക് ആക്ച്വലി ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഇതിപ്പോൾ എൻ്റെ സ്വന്തം ചേച്ചിയുടെ കല്യാണമാണല്ലോ, പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് പോയത് തന്നെ. അല്ലെങ്കിൽ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഷോപ്പിംഗ്. അത് ഡ്രസ്സിൻ്റെ എന്നല്ല, എന്തൊരു ഷോപ്പിംഗ് ആണെങ്കിലും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ ഷോപ്പിംഗ് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പോകാമെന്നുള്ളത്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എത്രമാത്രം സെറ്റായി എന്നെനിക്കറിയില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ വ്ളോഗിങ്ങിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് എന്തായാലും എനിക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ എന്തായിരിക്കണം എന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതും പറയാം. ഇനിയും ഉണ്ടാകണം വ്ളോഗ്സ്, കല്യാണം വരെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഞാൻ മാക്സിമം എടുക്കാനായിട്ട് നോക്കാം. എത്രമാത്രം പറ്റും എന്നെനിക്കറിയില്ല, എന്നാലും ഞാൻ നോക്കാം. സോ ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.